നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ചയായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വേണോ വിവാഹം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വിവാഹത്തെയും അതുപോലെയുള്ള പല സാമൂഹിക വ്യവസ്ഥകളെയുമൊക്കെ ചിന്തിക്കുമ്പോൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു ബുദ്ധിപരമായ അബദ്ധമാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, സിഗരറ്റ് വലിച്ചുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ആളുകൾ പ്രമേഹ രോഗം കൊണ്ട് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിഗരറ്റിനേക്കാൾ അപകടകരമാണ് ഒരു സ്നിക്കർ മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളിലെല്ലാവരും അത് വിശ്വസിച്ചിട്ടുണ്ടാവും. ഈ ഒരു വാചകത്തിന്, ഈ ഒരു പ്രസ്താവനയ്ക്ക് ഒരു അടിസ്ഥാനമില്ല, ഉണ്ടാക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ കേൾക്കുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ബുദ്ധി തീരുമാനിക്കും, അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബുദ്ധിക്ക് പണിയെടുക്കാൻ മടിയാണ്. ഇതിനാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുക. പ്രസ്താവനകൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഫെമിലിയാരിറ്റി നമ്മളുടെ മനസ്സിൽ വരുന്നു. ഇത് ഒരുപാട് കേട്ട കാര്യമാണ്, അപ്പോൾ ഇതുകൊണ്ട് അത് സത്യമായിരിക്കും എന്ന് നമ്മളുടെ ബുദ്ധി തീരുമാനിക്കും. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കോഗ്നിറ്റീവ് ഈസിൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ പ്രസ്താവനകൾ നമ്മളുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകൾ അത് കേൾക്കുമ്പോൾ സത്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യും. അതിലൊന്നാണ്, മതത്തിൻ്റെ പേരിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. മിക്കവാറും ആളുകൾക്ക് ശരിയാണെന്ന് തോന്നും. ആരെങ്കിലും ഈ കൊലപാതകങ്ങളൊക്കെ വെച്ച്, ക്രൈമുകളൊക്കെ വെച്ച് പഠിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കി എന്നിട്ട് പ്രസ്താവിച്ചതാണോ? അല്ല. ആരും ഇതുവരെ മതത്തിൻ്റെ പേരിലാണ് കൂടുതൽ കൊല്ലപ്പെട്ടതെന്ന് തെളിയിച്ചിട്ടുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ച് കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചിന്തിക്കാതെ ഈ പ്രസ്താവന അങ്ങോട്ട് സ്വീകരിക്കുക. ഇതാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊന്നാണ് ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ആ അനുഭവം തന്നെ ആയിരിക്കും. എൻ്റെ ഭർത്താവ് എന്നോട് നന്നായി പെരുമാറിയിട്ടില്ല, എൻ്റെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും തർക്കമായിരുന്നു, അതുകൊണ്ട് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു സംഗതിയും നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ജനറലൈസ് ചെയ്യുന്ന, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഈസിന് ഭാഗമാകുന്ന ഒരു സംഗതിയാണ് വിവാഹം ഒരു ട്രാപ്പാണ്. വിവാഹം കൊണ്ട് കുടുങ്ങിയേ ഉള്ളൂ, വിവാഹം കൊണ്ട് സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പലപ്പോഴും ഇങ്ങനെ റീൽസിലൂടെയും ഷോർട്സിലൂടെയും സെലിബ്രിറ്റികളുടെ വാചകങ്ങളിലൂടെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മനസ്സിലും തോന്നാണ് വിവാഹം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നത്. ഇതിനെ കോഗ്നിറ്റീവ് ഈസ് എന്നാണ് പറയുക. പഠനങ്ങളുടെ, സോഷ്യൽ സയൻസ് ആകട്ടെ, ന്യൂറോ സയൻസ് ആകട്ടെ, ബയോളജി ആകട്ടെ, ഒന്നിൻ്റെയും അടിത്തറ ഇല്ലാത്തൊരു പ്രസ്താവന, പക്ഷേ സത്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ, ഓരോ പ്രാവശ്യം, ഇപ്പോൾ ഈ അടുത്ത് മുനിസിപ്പാലിറ്റി കക്കൂസ് പോലെയാണ് ദാമ്പത്യം എന്നാണ് ഒരാൾ പറയുന്നത്. ഇതൊക്കെ വളരെ റീച്ച് കിട്ടുന്ന, ഫെമിലിയറായി നമുക്ക് തോന്നുന്ന വാചകങ്ങളാണ്. മറ്റൊരാൾ പറഞ്ഞു, പഴയ KSRTC ബസ് പോലെയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. പുതിയ AC ഡിലക്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇതിനൊരു വിലയില്ല. ഈ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സെലിബ്രിറ്റി പറയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ട്രാപ്പാണ് എന്നൊക്കെ തോന്നുമ്പോൾ, എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സ്, നമ്മളെ ബുദ്ധി വിചാരിക്കും എന്നാൽ അത് സത്യമായിരിക്കും. ഇതിനാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുക. ഇതിനപ്പുറം ഈ കോഗ്നിറ്റീവ് ഈസ് ആകട്ടെ, ജനറലൈസേഷൻ ഫാലസി ആകട്ടെ, ഇതിനൊക്കെ അപ്പുറം പഠനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് സയൻറ്റിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പഠനങ്ങൾ നിലവിലുണ്ട്. ഈ പഠനങ്ങളൊന്നും എവിടെയും ആരും ചർച്ച ചെയ്യപ്പെടാറില്ല, ആരും ചർച്ച ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ ആളുകളുടെ ഒക്കെ ചിന്ത 2018 കണക്ക് പ്രകാരം കോളേജ് വിദ്യാർത്ഥികളൊക്കെ വെച്ചിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ 55% വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് എൻ്റെ ജോലിയിൽ സക്സസ്ഫുൾ ആയാൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നതാണ്. 83% വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് എനിക്ക് കുറേ ധനമുണ്ടായാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ധനത്തിനോ ജോലിയിലെ ഏറ്റവും വലിയ ഉന്നമനത്തിനോ ഒന്നും നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കില്ല എന്നത് ഒരുപാട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് NCBIയിലെ ഒരു ലേഖനത്തിൻ്റെ പേര് തന്നെ ലോട്ടറി വിന്നേഴ്സ് ആൻഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഈസ് ഹാപ്പിനെസ് റിലേറ്റീവ് എന്നുള്ളതാണ്. അപകടത്തിൽ പറ്റി കാലൊടിഞ്ഞ് കിടക്കുന്ന ആളാണോ, ലോട്ടറി അടിച്ച ആളാണോ സന്തുഷ്ടൻ എന്നാണ് ആ പഠനം. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ലോട്ടറി അടിച്ച ആൾ തന്നെയായിരിക്കും സന്തുഷ്ടൻ എന്ന്. പക്ഷേ ഇതിൽ പറഞ്ഞു വരുന്നത്, ഈ പഠനം നടത്തി ഒരുപാട് ലോട്ടറി അടിച്ച ആളുകൾ പഠിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ച് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ പഠിച്ചു. അവസാനം അവർ കണ്ടെത്തുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിലെ സന്തുഷ്ടത ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരേപോലെയാണ് എന്നാണ്.
ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ലോട്ടറി അടിച്ച ആളുകൾ പല മണ്ടത്തരങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം കൂടുതൽ ദുഃഖത്തിലാവുന്നു എന്ന് പോലും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് 2026 ഈ ഫെബ്രുവരി 2-ാം തീയതി ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഒരു ട്വീറ്റ് ഇട്ട്, നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടാകും. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ പറയുകയാണ്, അയാളുടെ എക്സിലൂടെ പങ്കുവെക്കുകയാണ്, മണി കാൻ ബൈ ഹാപ്പിനെസ്. 800 ബില്യൺ ഡോളറിൻ്റെ ഉടമ പറയുകയാണ് സന്തോഷം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ, നമ്മളെല്ലാവരും സന്തോഷത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ചിന്തിക്കുന്ന ജോലിയുടെയും വലിയ ഉയർച്ചകളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അവസ്ഥ. അതേസമയം 87 വർഷം മനുഷ്യരെങ്ങനെ പിന്തുടർന്ന് പഠിക്കപ്പെട്ട ഒരു പഠനമാണ് ഹാർവേഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പഠനം. ഈ പഠനം 4 തലമുറകളോളം സൈക്കോളജിസ്റ്റുകൾ കൈമാറിപ്പോകുന്ന പഠനം ഇപ്പോൾ റോബർട്ട് വാൽഡിംഗർ എന്ന് പറയുന്ന ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം 87 വർഷം തലമുറകൾ ഓരോരുത്തരെയും പഠിച്ചു. അതിൽ പാവപ്പെട്ടവരുണ്ട്, ബോസ്റ്റൺ ഏരിയകളിലുള്ള പാവപ്പെട്ടവരുണ്ട്, ഹാർവേഡിൽ പഠിച്ച വലിയ വലിയ പണക്കാരുണ്ട്, വലിയ നോബൽ സമ്മാനം കിട്ടിയ ആളുകൾ ആ പഠനത്തിലുണ്ട്. അത്രയും വലിയ നേട്ടം ജോലിയിൽ നേടാനില്ല. അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള കെന്നഡി ആ പഠനത്തിലുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഉയർച്ചയിലേക്ക് പോകാനുമില്ല, അത്രയും താഴ്ചയിലേക്ക് പോകാനുമില്ല. കൽപ്പണിക്കാരും മേസ്തിരികളും കൂലിപ്പണിക്കാരൊക്കെ ആ പഠനത്തിലുണ്ട്. എല്ലാവരെയും വെച്ച് പഠിച്ച് 80ഓളം വർഷം ജീവിച്ച ആ വ്യക്തികളൊക്കെ വെച്ച് പഠിച്ച്, അവരുടെ മക്കളെ പഠിച്ച്, അവരുടെ പേരക്കുട്ടികളെ പഠിച്ച്, അവസാനം 87 വർഷത്തിന് ശേഷം എന്താണ് ജീവിതത്തിലെ സന്തോഷമെന്ന് US പ്രസിഡന്റ് മുതൽ നോബൽ സമ്മാന ജേതാവ് മുതൽ കൽപ്പണിക്കാരൻ വരെ പങ്കുവെച്ച രഹസ്യം അത് ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. എൻ്റെ മക്കളോടൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധവും ആ നിമിഷങ്ങളുമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് എന്ന് പഠനങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് കോഹറൻറ്റ് സ്റ്റഡീസ്, മിൽസ് ലോങ്ജിറ്റ്യൂഡൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ചിക്കാഗോ ഹെൽത്ത് സ്റ്റഡി, ഇന്നിങ്ങനെ ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യമെന്ന് പറയുന്നത് അത് ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. ഏകാന്തമായ സിംഗിൾ ലൈഫ് നമ്മൾ ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷമല്ല വരുന്നത് എന്ന് പഠനങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. 2010 നടന്ന ഒരു 148 പഠനങ്ങൾ വെച്ച് നടത്തപ്പെട്ട ഒരു മെറ്റാ അനാലിസിസിൽ 3 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അതിജീവന ശേഷി 80% വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. കല്യാണം കഴിച്ച ആണുങ്ങൾ കല്യാണം കഴിക്കാത്ത ആണുങ്ങളെക്കാൾ 14 വർഷം ഒരു ശരാശരി കൂടുതൽ ജീവിക്കുന്നു എന്ന് കണ്ടെത്തി. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെക്കാൾ 7 വർഷം ശരാശരി ജീവിക്കുന്നു എന്ന് കണ്ടെത്തി. എന്ന് മാത്രമല്ല, ഗാലോപ്പിൻ്റെ സർവേ പ്രകാരം 2020-23 നടന്ന ലോകത്തെ ഏറ്റവും വലിയ സർവേ അത് കാണിക്കുന്നത് മാരീഡ് പീപ്പിൾ ആർ ഹാപ്പിയർ, കല്യാണം കഴിച്ച ആളുകളാണ് ഏറ്റവും ഹാപ്പി ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ ജൂലിയൻ ഹോൾ ലെൻസ്റ്റർ യൂട്ടാൻ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ്, അദ്ദേഹം നടത്തിയ പഠനത്തിൽ ഒരു മെറ്റാ അനാലിസിസിൽ അവർ പറയുന്നത് ഏകാന്തനായി ജീവിക്കുക എന്നുള്ളത് 1/2 പാക്കറ്റ് സിഗരറ്റ് എല്ലാ ദിവസവും വലിക്കുന്നതിന് തുല്യമാണെന്നാണ്. 1/2 പാക്കറ്റ് സിഗരറ്റ് നമ്മൾ വലിച്ചാൽ എത്ര പെട്ടെന്ന് നമ്മൾ മരിക്കോ അത്ര പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ഏകാന്ത ജീവിതം എന്നുള്ളത് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. 2016 ഒരു മെറ്റാ അനാലിസിസിൽ പറയുന്നത് ഹൃദയരോഗങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ സാധ്യത ഏകാന്തരായി ജീവിക്കുന്നവർക്ക് 29% അധികമാണ്. ഹൃദയാഘാതങ്ങളുടെ സാധ്യത 32% അധികമാണ്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ. സാമ്പത്തികമായ മാരേജ് പ്രീമിയം എന്ന് പറയുന്ന കണ്ടെത്തലുകൾ നമുക്ക് ഈ അടുത്ത പഠനങ്ങളിൽ കാണാൻ സാധിക്കും. സാമ്പത്തികമായ ഏറ്റവും കൂടുതൽ ഉന്നമനത്തിലേക്ക് നയിക്കുന്നത് വിവാഹം തന്നെയാണ്. അതിനെ സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്നത് മാരേജ് പ്രീമിയം എന്നാണ്. വിവാഹം കഴിക്കുന്നവരെങ്ങനെയോ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അവർക്ക് ഉണ്ടാവുന്നു. ഇതാണ് സോഷ്യോളജിസ്റ്റുകൾ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ വാർഷിക വരുമാനം കൂടുന്നു. 2 പേർക്ക് ജോലിയില്ലെങ്കിൽ പോലും അവരുടെ വാർഷിക വരുമാനം കല്യാണം കഴിക്കാത്തവരെക്കാൾ കൂടുതലാണ്. കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത് വിവാഹിതരാണ്. കൂടുതൽ പെർഫോമൻസ് അപ്രൈസലുകളിൽ ഉന്നമനത്തിലെത്തുന്നത് കല്യാണം കഴിച്ചവരാണ്. മാരീഡ് വിമൺ, കല്യാണം കഴിച്ച സ്ത്രീകൾ ദാരിദ്ര്യ സാധ്യത അവർക്ക് 80% കുറയുന്നു എന്ന് അമേരിക്കൻ കമ്മ്യൂണിറ്റി സർവേ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ ഉന്നമനത്തിൽ ജീവിക്കുന്നവർ വിവാഹിതരാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പഠനം സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും. കൂടുതൽ ആയുർദൈർഘ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കാലം ജീവിക്കുന്നവർ വിവാഹം ചെയ്തവരാണ്. 250% മരണനിരക്ക് അവിവാഹിതർക്ക് കൂടുതലാണ്. ക്യാൻസർ നിരക്കിൽ മൂലമുള്ള മരണം അത് 1987 പഠനപ്രകാരം അവിവാഹിതർക്കാണ് കൂടുതൽ. വിവാഹിതരായ സ്ത്രീകൾക്ക് 30% ആരോഗ്യ സാധ്യത കൂടുതലാണ്. ജലദോഷം പോലും വിവാഹിതർക്ക് കുറവാണ് എന്ന് 1997 പഠനം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മെച്ചപ്പെട്ട മാനസിക ആരോഗ്യം,
ഡെത്ത് ഓഫ് ഡിസ്പെയർ എന്ന് പറയുന്ന മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ആത്മഹത്യ, ഇതിലൂടെയുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിവാഹിതർക്കാണ്. വിവാഹിതരിൽ വളരെ കുറവാണ് എന്ന് കണ്ടെത്തപ്പെടുകയുണ്ടായി. കുട്ടികളില്ലാത്തവർ 60% ലോൺലിയാണ് എന്ന് ഫീലിംഗ് ആ സർവേയിൽ തന്നെ പങ്കുവെച്ചത് കാണാൻ സാധിക്കും. മാതാപിതാക്കൾ 82% വെരി ഹാപ്പി എന്ന് പറഞ്ഞവരാണ്. കുട്ടികൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നാണ് അതിനെ വിളിക്കുക. അത് നമുക്ക് ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും കുറക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും വർദ്ധിപ്പിക്കുകയാണ്. ആ ടെൻഷനുകൾ, കുട്ടികളെ കുളിപ്പിക്കണം, കുട്ടികളെ താരാട്ട് പാടണം, കുട്ടികൾക്ക് വേണ്ടി കുറേ സമയം ചെലവഴിക്കും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യം കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പോലും ബ്രാഡ് വിൽകോക്സ് പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്ത്യൻ ജേണൽ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത് ഇന്ത്യയിലും കല്യാണം കഴിച്ചവർ വിവാഹിതരാണ് കൂടുതൽ സന്തുഷ്ടരായിട്ടുള്ളത് എന്നുള്ളതാണ്. ശാരീരിക കരുത്തെടുത്ത് നോക്കുകയാണെങ്കിലും അതിലും 2024 ജനുവരിയിൽ നടന്ന ന്യൂ സയൻറ്റിസ്റ്റിൻ്റെ പഠനം പറയുന്നത് കൂടുതൽ വേഗത്തിൽ നടക്കുന്നവർ വിവാഹിതരാണ്. ഒരു പിടി ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഗ്രാബ് എന്ന് പറയുന്ന സംഗതി അത് കൂടുതൽ ശക്തിയുള്ളവർ വിവാഹിതർ. എന്ന് വെച്ചാൽ ശാരീരിക കഴിവ് കൂടുതൽ വിവാഹിതർക്കാണ്, സുരക്ഷിതത്വം കൂടുതൽ വിവാഹിതർക്കാണെന്ന് 1994 പഠനങ്ങൾ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉത്തരവാദിത്വ ധാർമ്മികത, റെസ്പോൺസിബിൾ എത്തിക്സ് വിവാഹിതർക്കാണ് കൂടുതൽ വിവാഹിതരായിട്ടുള്ള ആളുകൾ കൂടുതൽ വിശ്വസ്തരാണ് തൊഴിൽ മേഖലയിൽ എന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ അവിവാഹിതരാണ് കൂടുതൽ, വിവാഹിതർ അങ്ങനെ പുറത്താക്കപ്പെടുന്നില്ല. ഉയർന്ന പ്രകടനം ജോലിയിൽ കാഴ്ചവെക്കുന്നവർ വിവാഹിതരാണ്. ക്രിമിനൽ റെസിഡിവിസം എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പ്രവണത അത് വിവാഹിതർക്ക് കുറവാണ്, അവിവാഹിതർക്കാണ് കൂടുതൽ. എന്തിനേറെ പറയണം, പക്വത എന്ന് പറയുന്നത് കൂടുതൽ വിവാഹിതർക്കാണ്. അതുപോലെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് അവിവാഹിതരെക്കാൾ കൂടുതൽ കുറവ് വിവാഹിതർക്കാണ് എന്നിങ്ങനെ ഓരോ പഠനങ്ങളും നമ്മൾ കാണുകയാണ്. വിവാഹിതരായ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ മീനിങ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ്. അർത്ഥം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടാക്കിത്തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് വിവാഹം എന്നുള്ള പഠനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹിതരല്ലാത്തവരും മക്കളില്ലാത്തവരും 38% പേര് മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി സ്റ്റഡീസിൻ്റെ യൂഗൌസ് സർവേ പ്രകാരം 2021 ഇറങ്ങിയ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായ ജീവിതം അനുഭവിക്കുന്നവർ വിവാഹിതരാണ്. 38% മാത്രമേ അവിവാഹിതർ അത് അനുഭവിക്കുന്നുള്ളൂ. 60% പേർ വിവാഹിതരിൽ തങ്ങളുടെ ജീവിതം അർത്ഥവത്താണ് എന്ന് പങ്കുവെച്ചതായിക്കൊണ്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ പ്രകാരം തന്നെ ഇത്തരം ശാസ്ത്രീയമായ സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സർവേകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹം വേണം എന്നുള്ളതാണ്. വിവാഹമില്ലെങ്കിൽ എന്താണ് എത്ര വലിയ ഉന്നതിയിലെത്തിയ സമൂഹങ്ങൾക്കും സംഭവിക്കുന്നത് എന്ന് ജപ്പാൻ പോലെയുള്ള, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനിൽ, UK ലോൺലി മിനിസ്റ്റർ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം ഉണ്ടായി. നമ്മളിവിടെ പൊതുമരാമത്ത് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഏകാന്തത മന്ത്രി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി UK ജപ്പാനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ളൊരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഴുകിയ മൃതദേഹം വൃത്തിയാക്കാൻ, അത് തുടച്ചു മാറ്റാനുള്ള മേഖലയിൽ ഒരുപാട് ജോലി സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കിട്ടാണ്. ചൈനയിൽ വയസ്സായ വൃദ്ധരായ ആളുകളെ ശുശ്രൂഷിക്കാനുള്ള ആളുകളെ കിട്ടാഞ്ഞിട്ട് ജിമ്മിൽ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കാശ് കൊടുത്ത് ഗവൺമെൻറ് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ കടന്നു വരികയാണ്. ഇങ്ങനെയൊക്കെ സമൂഹം എത്ര ഉന്നമനത്തിലെത്തിയാലും അവർ അധോവസ്ഥയിലേക്ക്, അധപ്പതനത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിനെതിരായ പ്രവണതകൾ വളർത്തുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണാണ്. അതുകൊണ്ട് കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിവാഹം വേണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു തലത്തിലേക്കുള്ള ചർച്ചയാണ് തുടർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമൊക്കെ ഇവിടെ മുഹമ്മദ് അമീർ സാറുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആ വിഷയത്തെപ്പറ്റി കൃത്യമായൊരു അറിവ് ഉണ്ടാക്കാൻ ഈ ഒരു സദസ്സ് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.